നോക്കി നോക്കി വന്ന നമ്മൾ വന്നു പെട്ടിരിക്കുന്നത് വയനാട്ടിലെ തന്നെ അതിമനോഹരമായിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടം, അതായത് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രൻസിലാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് പോയിട്ട് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി 60 രൂപയാണ് ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു. 2 ടിക്കറ്റ് എടുത്തു, നേരെ നടന്ന് വെള്ളച്ചാട്ടത്തിലേക്ക്. ഈ വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസിൽ തന്നെ കുറച്ച് ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ പണ്ട് പുരാതന കാലത്ത് സെറ്റ് ചെയ്തതാണ്. ഒന്നും മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന അവസ്ഥയാണ്, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന കുത്തനെയുള്ള സ്റ്റെപ്പുകളുടെ കൈവരികളൊക്കെ പുതിയതാണ്, അത്യാവശ്യം ക്വാളിറ്റി ഒക്കെയുള്ള സാധനമാണ്. അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ഈ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി ചെല്ലുന്നത് നേരെ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അധികം ദൂരമൊന്നുമില്ല, കുറഞ്ഞ മീറ്റർ മാത്രമേ നമുക്ക് ഈ എൻട്രൻസിന്റെ അവിടെ നിന്ന് വെള്ളച്ചാട്ടത്തിലേക്ക് നടക്കാനുള്ളൂ. വെള്ളച്ചാട്ടമാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഉയരത്തുനിന്ന് നല്ല പതഞ്ഞൊഴുകുന്ന അടിപൊളി ഒരു വ്യൂവും അടിപൊളി ഫീലുമാണ്. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്, കുളിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇതിപ്പം നമ്മൾ പോയത് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തരത്തിൽ കാടിനോടൊക്കെ വളരെ ചേർന്ന് കാടിനുള്ളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളച്ചാട്ടങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല തണുപ്പായിരിക്കും വെള്ളത്തിന്, ഇതുപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരിക്കും. വളരെ ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ചുറ്റും നല്ല ഇടതൂർന്ന കാടൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനായിട്ട് അത്യാവശ്യം കുറച്ച് പാറകളൊക്കെ ഉണ്ട്. അപ്പം അവിടെ നമ്മളങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നമ്മളങ്ങനെ പ്രകൃതിയോട് ലയിച്ചങ്ങനെ ഇരുന്നു പോകും. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരുപാട് നേരം വെള്ളച്ചാട്ടത്തിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ അന്വേഷിച്ച് വന്ന സ്ഥലം നാരങ്ങച്ചാലായിരുന്നു. ഓൾറെഡി നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ കൗണ്ടറിൽ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻമുട്ടിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ഒരു വഴിയാണ് നാരങ്ങച്ചാലിലേക്ക് പോകുന്ന വഴി. വഴി അത്യാവശ്യം മോശമായി കിടക്കുകയാണ്. അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടത്തേക്ക് പോകേണ്ട വഴിയും കൂടി അതാണ്. ഒരുപാട് ആളുകൾ ഈ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് റോഡൊക്കെ മോശമായതുകൊണ്ട് ആളുകൾ കുറച്ച് ഇഷ്യൂസ് ആണ് അവിടെ വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോകാൻ അവർ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഇനി നിങ്ങൾ പോയാൽ തന്നെ റോഡിൽ മാത്രം നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരിക, കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട്. അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും പോവാന്ന് വിചാരിച്ച് നമ്മൾ വെള്ളച്ചാട്ടത്തിൽ നിന്ന് പോകുന്നു. ഇങ്ങനെ വണ്ടി എടുത്ത് നേരെ വ്യൂ പോയിന്റിലേക്ക് വിട്ടു. ശരിക്കും സ്വർഗം തന്നെ പറയാം ആ ഒരു വ്യൂ പോയിന്റ്. റോഡ് മോശമാണെന്നുള്ളൊരു കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ കയറ്റം കയറി വണ്ടി ഓടിച്ച് കയറി ചെല്ലുന്നതെന്ന് പറയുന്നത് ഒരു ഒറ്റ കുന്നിൻ്റെ മുകളിലേക്കാണ്. 2 സൈഡും അടിപൊളി തേയിലത്തോട്ടം ഇങ്ങനെ സ്ലോപ്പായിട്ട് കിടക്കുകയാണ്. ചുറ്റും വയനാടൻ മലനിരകളൊക്കെ ആയിട്ട് ശരിക്കും ഒരു സ്വർഗം തന്നെ. ഒരു സമയത്ത് വയനാട്ടിൽ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ലൊക്കേഷനായിരുന്നു. ഇൻസ്റ്റാഗ്രാം റീൽസും ഷോർട്സൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വന്ന് വിസിറ്റ് ചെയ്തിരുന്ന ഒരു ലൊക്കേഷൻ ആയിരുന്നു ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കോൺക്രീറ്റ് ചെയ്ത ആ റോഡ് നമുക്ക് ദൂരേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ വളഞ്ഞു വരുന്ന റോഡ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണാൻ കഴിയും. ആ റോഡിലൂടെ ഡ്രൈവ് ചെയ്ത് വരുന്ന വീഡിയോസൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ ഡ്രൈവ് ചെയ്ത് ആ കുന്നിൻ്റെ അറ്റം വരെ പോയി. 2 സൈഡും തേയിലത്തോട്ടാണ് ഫുള്ളായിട്ട്. അറ്റത്ത് നിന്ന് കഴിഞ്ഞപ്പം കുറച്ച് ദൂരം ഞാനങ്ങ് നടന്നു പോയി നോക്കിയപ്പം അവിടെ ഒരു കളിസ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ആളുകൾക്ക് രാവിലെയും ഈവനിങ് ഒക്കെ വന്നിട്ട് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ്. കുന്നിൻ്റെ മുകളിലായിട്ട് ചുറ്റും വയനാടൻ മലനിരകളും അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിനെയൊക്കെ കൊത്ത നടുക്കായിട്ട് ഉള്ള കാറ്റൊക്കെ ഉള്ള ഒരു കിടിലൻ കളിസ്ഥലമായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും കുന്നു കയറി ഇവിടം വരെ വന്നതല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു നമ്മൾ. പിന്നെ ഒരു ചെറിയ മഴയുടെ ഒരു കോളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പിന്നെ കാര്യങ്ങളൊക്കെ വേഗം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു. ഈ കിടുക്കാച്ചി സ്ഥലത്തിന്റെ വ്യൂ നമ്മൾ പല ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കണ്ട കാലം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇതിലൂടെ ഡ്രൈവ് ചെയ്ത് വരണം എന്നുള്ളത്. അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ച് കുറച്ച് നേരം എൻജോയ് ചെയ്തു അതിലൂടെ. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇത്രയും മനോഹരമായിട്ടുള്ള നാരങ്ങച്ചാൽ വ്യൂ പോയിന്റ് നമ്മൾ നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണ്. വയനാട്ടിലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ ഉള്ള ലൊക്കേഷനാണ് നാരങ്ങച്ചാൽ എന്ന് പറയുന്നത്.
പിന്നെ നമുക്കറിയാം ഒരുപാട് ആളുകൾ വണ്ടിയെല്ലാം കൊണ്ടുവന്നിട്ട് റോഡെല്ലാം മോശമായതുകൊണ്ട് ഇവിടുത്തെ ആളുകളുമായിട്ട് ചെറിയൊരു ഇഷ്യൂ നിലനിൽക്കുന്നത് കൊണ്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ആളുകൾ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇങ്ങോട്ടേക്ക് വരുന്നത് അവോയ്ഡ് ചെയ്യുക, വലിയ വണ്ടികൾ 4 വീലർ കൊണ്ടൊക്കെ. ഇപ്പൊ 2 വീലർ കൊണ്ടൊക്കെ ആളുകൾ വരികയാണെങ്കിൽ തന്നെ വന്ന് റോഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ കണ്ടു പോവുക. അല്ലാതെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ ഇവിടെയുള്ള തോട്ടങ്ങളിലേക്കോ അല്ലാതെ ആളുകളുടെ സ്ഥലങ്ങളിലേക്കോ ഒക്കെ കയറാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകൾ ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നമാവും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കും. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നാരങ്ങച്ചാലിലേക്കുള്ള റോഡ് എന്ന് പറയുന്നത് പക്ക ഓഫ് റോഡ് വഴിയാണ്. കുറച്ച് വിഷ്വൽസ് ഒക്കെ നമ്മൾ ഗോപ്രോ സെറ്റ് ചെയ്തിട്ട് എടുത്തതിനകത്ത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ വീഡിയോയിൽ. ഇതല്ലാതെ പിന്നെ ക്യാമറയിൽ മൊബൈലിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. ഓഫ് റോഡിൽ നമ്മൾ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞപ്പം വണ്ടി ചെറുതായിട്ട് തെന്നിയതിൻ്റെയും ഒക്കെ വീഡിയോ നമ്മൾ എങ്ങനെ ഇറക്കിക്കൊണ്ട് വന്നതെന്നൊക്കെ അത്യാവശ്യം റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ തിരിച്ച് വണ്ടി ഇറക്കിക്കൊണ്ട് വന്നത്. പക്ഷേ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നത് പോയതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അത് കറക്റ്റ് നമ്മൾ നാരങ്ങച്ചാലിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ചാറ്റൽ മഴയായിട്ട് തുടങ്ങിയതാണ്. പിന്നെ നമ്മൾ മെയിൻ റോഡിന് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും അത്യാവശ്യം വലിയ മഴയായിട്ടുണ്ടായിരുന്നു. വേഗം പിന്നെ നമ്മൾ തൊട്ടടുത്ത് കണ്ട ഒരു ചെറിയ ഷോപ്പ് പോലെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ മറച്ചിട്ട് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നാരങ്ങച്ചാലൊക്കെ അത്യാവശ്യം ലൈവായിരുന്ന സമയത്ത് ചെറിയ ഷോപ്പൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അത് കുറച്ചു നേരം നമ്മൾ അവിടെ കയറി നിന്ന് മഴയൊക്കെ ഒന്ന് ആസ്വദിച്ചു. മഴയത്ത് കുടിക്കും നമ്മൾ കുറച്ചധികം നേരം അവിടെ നിൽക്കേണ്ടി വന്നു, മഴയൊന്ന് അത്യാവശ്യം ഒതുങ്ങാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമ്മളിങ്ങനെ നാരങ്ങച്ചാലിനെ കുറിച്ചും മീൻമുട്ടിനെ കുറിച്ചും പിന്നെ അവിടുത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു അവലോകനമൊക്കെ നടത്തി കഥയൊക്കെ അടിച്ച് കുറച്ചു നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പൊ ഇതൊക്കെയായിരുന്നു നാരങ്ങച്ചാൽ വ്യൂ പോയിന്റിലേക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി കിട്ടിയ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങൾ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.